പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. ചാമ്പ്യൻസ് ലീഗിലെ സെമിഫൈനൽ മത്സരമായ FC ബാഴ്സലോണയും അതുപോലെ ഇന്റർ മിലാനും തമ്മിലുള്ള സെമിഫൈനലിന്റെ രണ്ടാം പാദ മത്സരം ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 12:30 നടന്നത്. എന്നാൽ ഇപ്പോൾ ബാഴ്സലോണയ്ക്ക് ഒരു പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. രണ്ടാം പാദ മത്സരത്തിൽ 3-4 ഗോളുകൾക്കാണ് ഇന്റർ മിലാനോട് ഇപ്പോൾ ബാഴ്സലോണ പരാജയപ്പെട്ടിട്ടുള്ളത്. റാഫീഞ്ഞ അടക്കമുള്ള താരങ്ങൾ ഗോൾ നേടിയെങ്കിൽ പോലും ബാഴ്സലോണയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നതാണ് സങ്കടം നൽകിയ മറ്റൊരു കാര്യം. ഏതായാലും അവസാന മിനിറ്റിൽ 2 ഗോളുകൾ വഴങ്ങിയതാണ് ഇവിടെ ബാഴ്സലോണയ്ക്ക് തിരിച്ചടിയായത് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും. എന്തായാലും നമുക്ക് വിശദമായി ഇതിനെ പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നിലവിലോട്ട് തന്നെ കടക്കാം. എന്തായാലും ചാമ്പ്യൻസ് ലീഗിലെ സെമിഫൈനൽ മത്സരത്തിലെ രണ്ടാം പാദ മത്സരത്തിൽ ഇപ്പോൾ ഒരു പരാജയമാണ് ബാഴ്സലോണ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. 3-4 ഗോളുകൾക്കാണ് ഇപ്പോൾ FC ബാഴ്സലോണ ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ആദ്യം ഇന്റർ മിലാൻ തന്നെയായിരുന്നു മുൻപിട്ട് നിന്നത്. അവർ 2 ഗോളിന് മുൻപിട്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് FC ബാഴ്സലോണ 3 തിരിച്ചടിച്ചുകൊണ്ട് ഒരു ഗംഭീരമായ തിരിച്ചുവരവ് ബാഴ്സലോണ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ബാഴ്സലോണയ്ക്ക് അവസാന മിനിറ്റുകളിൽ ഗോൾ വഴങ്ങേണ്ടി വന്നു. 93-ാം മിനിറ്റിലും അതുപോലെ തന്നെ 99-ാം മിനിറ്റിലും ബാഴ്സലോണയ്ക്ക് ഗോൾ വഴങ്ങേണ്ടി വന്നതാണ് പരാജയപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ലൗതാരോ മാർട്ടിനസിലൂടെ 22-ാം മിനിറ്റിൽ ഇന്റർ മിലാൻ മുന്നിലെത്തിയിരുന്നു. പിന്നീട് 45-ാം മിനിറ്റിൽ അവർ വീണ്ടും ലീഡെടുക്കുകയായിരുന്നു. എന്നാൽ പിന്നീടാണ് ബാഴ്സലോണയുടെ 3 ഗോളുകളുടെ തിരിച്ചടി. ആ 3 ഗോളുകൾ വന്നത് 54-ാം മിനിറ്റിലായിരുന്നു. പിന്നീട് 60-ാം മിനിറ്റിൽ ഡാനിയൽ ഓൾമോയിലൂടെ അവർ വീണ്ടും സമനിലയിലേക്ക് എത്തി. പിന്നീട് റാഫീഞ്ഞ 88-ാം മിനിറ്റിൽ അവർക്ക് വേണ്ടി 3ാമത്തെ ഗോൾ നേടി. അപ്പോൾ ഏകദേശം ബാഴ്സലോണ വിജയിക്കുമെന്നെല്ലാം നമ്മൾ കരുതിയതാണ്. എന്നാൽ അവിടെയാണ് വീണ്ടും ഒരു തിരിച്ചടി ബാഴ്സലോണയ്ക്ക് ഏറ്റത്. 93-ാം മിനിറ്റിൽ ഇന്റർ മിലാൻ പിന്നീട് സമനിലയിലേക്ക് എത്തി. അപ്പോൾ മത്സരം 3-3 സമനിലയിലേക്ക് ആവുകയായിരുന്നു. എന്നാൽ മത്സരം 2 നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കി 99-ാം മിനിറ്റിൽ, അതായത് പിന്നീട് എക്സ്ട്രാ ടൈമിലേക്കൊക്കെ മത്സരങ്ങൾ നീണ്ടിരുന്നു. അപ്പോഴത്തേക്ക് 99-ാം മിനിറ്റിലേക്ക് എത്തിയപ്പോൾ വീണ്ടും ഇന്റർ മിലാൻ ലീഡ് എടുക്കുകയായിരുന്നു. അങ്ങനെ 3-4 ഒരു ഗംഭീരമായ വിജയമാണ് ഇന്റർ മിലാൻ ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് കടക്കാൻ ഇപ്പോൾ ഇന്റർ മിലാന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ചാമ്പ്യൻസ് ലീഗിൽ നിന്നും ഇപ്പോൾ തോറ്റതോടെ ബാഴ്സലോണ നിലവിൽ പുറത്തായിരിക്കുകയാണ്. എന്തായാലും ഇനി ബാഴ്സലോണയുടെ പ്രതീക്ഷ മുഴുവൻ ലാ ലീഗയിൽ മാത്രമായിരിക്കും.